ശശി നമുക്കൊപ്പം പി വി അൻവർ MLA തന്നെ നേരിട്ട് ചേരുന്നുണ്ട്. നമുക്ക് പി വി അൻവറുമായി സംസാരിക്കാം. വെരി ഗുഡ് മോർണിംഗ് ശ്രീ പി വി അൻവർ. ഹാപ്പി ന്യൂ ഇയർ. ഗുഡ് മോർണിംഗ് ഹാപ്പി ന്യൂ ഇയർ ആഫ്റ്റർ എ ലോങ് ടൈം ഡോക്ടർ. പുതുവർഷം പി വി അൻവർ ഒരുപാട് രാഷ്ട്രീയ സ്വപ്നങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായും അതിന്റെ നീക്കങ്ങളൊക്കെ നിർണായകമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. അങ്ങ് നടത്തുന്ന ജനകീയ യാത്ര ഇന്ന് മാനന്തവാടിയിൽ നിന്ന് തുടങ്ങി വഴിക്കടവിൽ അവസാനിക്കുന്ന യാത്രയിൽ UDF-ലെ എല്ലാ പ്രമുഖരായിട്ടുള്ള നേതാക്കളും അവൈലബിൾ ആയിട്ടുള്ള DCC പ്രസിഡന്റുമാരടക്കം ET മുഹമ്മദ് ബഷീർ അടക്കം പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ആ ജനകീയ യാത്രയെ UDF-ലെ നേതാക്കൾ പങ്കെടുക്കുന്നതിനെയും എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് ശ്രീ പി വി അൻവർ? അല്ല, അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. കാരണം ഈ വിഷയം ഇതൊരു വലിയ ജനകീയ വിഷയം തന്നെയാണ്. കാരണം കേരളത്തിലെ 1,30,00,000 ജനങ്ങളെ 430 പഞ്ചായത്തിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വനമേഖലയിൽ വലിയൊരു നിയമ ഭേദഗതി വരുത്താൻ വേണ്ടി ഈ സെഷനിൽ സർക്കാർ ആലോചിക്കുകയാണ്. അത് വളരെ ഗൗരവതരമാണ് എന്ന് പറയുമ്പോൾ അതിലൊരു പ്രധാനമായിട്ടുള്ള വിഷയം നമുക്കറിയാം. വന്യജീവി ആക്രമണം കൊണ്ട് നമ്മൾ പൊറുതിമുട്ടുന്ന സംസ്ഥാനമാണ്. ഇന്ത്യയിൽ വന്യജീവി ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന, അപകടം സംഭവിക്കുന്ന, കൃഷിനാശം സംഭവിക്കുന്ന സ്റ്റേറ്റ് ഇന്ന് കേരളമായി മാറിയിരിക്കുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച്, ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും വനമന്ത്രിയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ വളരെ നിസ്സംഗമായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ആര് ഈ ജനങ്ങളെ രക്ഷിക്കുമെന്ന് ചോദിച്ചാൽ ആരുമില്ല. സംസ്ഥാന ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായി പറയുന്നത് കേന്ദ്ര വന നിയമത്തിൻ്റെ പ്രതിസന്ധി കൊണ്ടാണ് സംസ്ഥാനത്തിന് ഇടപെടാൻ കഴിയാത്തതെന്നാണ്. അതൊരു ഭാഗം. അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഇന്ന് സംസ്ഥാന വന നിയമവും ഇവിടെ നടപ്പിലുണ്ട്. അതിലാണ് ഭേദഗതി കൊണ്ടുവരുന്നത്. ഇതൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മർദ്ദപ്രകാരമോ ഒന്നുമല്ല വരുന്നത്. കേരളത്തിലെ IFS ഓഫീസർമാരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് മാത്രം വരുന്നൊരു ഭേദഗതിയാണ്. ഈ ഭേദഗതിയിൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇന്ന് ജനങ്ങൾക്കാകെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും മാത്രമാണ്. ഒരു മനുഷ്യനെ ചവിട്ടിക്കൊന്നാൽ ഉള്ളൊരവകാശം. ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ എന്തെങ്കിലും ഈ പറയുന്ന നക്കാപിച്ച 5-10 ലക്ഷം രൂപ കൊടുത്ത് അത് വാങ്ങി ജനങ്ങൾ മിണ്ടാതിരിക്കുന്നൊരു ഗതികേടിലാണ്. ഈ നിയമം വരുന്നത് കൂടി അതിനു പോലും സാധിക്കില്ല. കാരണം പോലീസിനുണ്ടായിരുന്ന അധികാരം ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ സാധാരണഗതിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പ്രതിഷേധമുണ്ടാകുകയോ ജനങ്ങൾ പ്രതിഷേധിക്കുകയോ അവരുടെ ജോലി തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്താൽ അവർക്ക് ആ പരാതി പോലീസിൽ നൽകി പോലീസ് വന്ന് വസ്തുതാപരമായ അന്വേഷണം നടത്തി ഫോറസ്റ്റ് കൊടുത്ത കേസിൽ അതിൽ വസ്തുതയുണ്ടെങ്കിൽ പോലീസ് കേസെടുക്കും. അതാണ് ഇന്നത്തെ നിയമവ്യവസ്ഥ. ആ നിയമവ്യവസ്ഥയെ ആകപ്പാടെ മാറ്റിമറിച്ചിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഈവൻ ഫോർ എ ബീറ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കോൺസ്റ്റബിൾ എന്ന് പറയാം പോലീസിനെ വെച്ച് നമ്മൾ തുലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അധികാരം കൊടുക്കുകയാണ്. വാറണ്ട് വേണ്ട, സെൽഫ് വിറ്റ്നസിങ് ആണ്. ആ ഒരു ഭാഗം ഒന്ന് കൃത്യമായും നമ്മൾക്ക് ജനങ്ങളുടെ മുന്നിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലവർ പറയുന്നത് ഇത് ഭേദഗതി ചെയ്യാൻ അവർ പറയുന്ന ഒരു കാരണമായിട്ട് ഇതിൽ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഓഫ് ആൻഡ് റീസൺസ് ഇൻ റിമോട്ട് ഫോറസ്റ്റ് ഏരിയ the protective staff has to face severe resistance including attack from the organized gangs. അവരുപയോഗിച്ച വാക്ക് നോക്കണം നിങ്ങൾ. ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണ്ടാ സംഘങ്ങളാണ്. ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് എന്ന് പറയാനോ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് കമ്മിറ്റീസ് എന്ന് പറയാൻ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാർഡ് റെസിസ്റ്റൻസ് ഇൻക്ലൂഡിങ് അറ്റാക്ക് ഫ്രം ഓർഗനൈസ്ഡ് ഗാങ്സ്. ആ വാക്ക് തന്നെ വളരെ സീരിയസ് ആണ്. അതിനുശേഷം മോസ്റ്റ് ഫോറസ്റ്റ് ഒഫൻസസ് ടേക്ക് പ്ലേസ് ഇൻസൈഡ് ദ ഇൻറ്റീരിയർ ഫോറസ്റ്റ്. സ്വാഭാവികമാണല്ലോ. ആൻഡ് വെയിറ്റിംഗ് ഫോർ ഓർഡേഴ്സ് ഫ്രം ദ മജിസ്ട്രേറ്റ് ഓർ എ സുപ്പീരിയർ ഓഫീസർ ടു അറസ്റ്റ് ആൻഡ് ഡീറ്റെയിൻ എ പേഴ്സൺ മേ ലീഡ് ടു എസ്കേപ്പ് ഓഫ് ദ കൾപിറ്റ്. അതായത് മജിസ്ട്രേറ്റിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങി ഈ പ്രതികളെന്ന് പറയുന്ന ഇവർ ഗുണ്ടകളെന്ന് പറയുന്ന ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുണ്ടല്ലോ, കർഷകർ, അവരാണ് ഗ്യാങ് ഗുണ്ടകൾ. അവർ പെട്ടെന്ന് രക്ഷപ്പെട്ടേക്കാം. അപ്പോൾ രക്ഷപ്പെടുമ്പോൾ അതുകൊണ്ടാണ് ഈ നിയമത്തിൽ മാറ്റം വരുത്തുന്നത്. രണ്ട് വരിയും കൂടി ഉണ്ട്, അത് കേൾക്കണം ഡോക്ടർ. സച്ച് ഓഫീസേഴ്സ് ആർ ടു ബി എംപവേർഡ് ടു അറസ്റ്റ് ദ കൾപ്രിറ്റ്സ് ഈ ഫൗണ്ട് നെസസറി
Therefore, government have decided to give some more powers to forest officers so as to overcome the practical difficulties and legal issues being faced. ഇതെങ്ങനെയുണ്ട്? അപ്പോൾ അവർ തന്നെ പറയാം അത് കാട്ടിൽ ഒറ്റപ്പെട്ട പ്രദേശത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ജനത്തിനെ ഈ പറയുന്ന കർഷകർ എന്ന് പറയുന്ന ഗ്യാങ്ങാണ്, ഗുണ്ടാ സംഘമാണ്. ഗ്യാങ് എന്താണ്, ഗ്യാങ്ങിൻ്റെ മീനിങ് ആ ഡിക്ഷണറി എടുത്തൊന്ന് നോക്കിയാൽ ആർക്കും മനസ്സിലാവും. അപ്പോൾ ഒരു ഗുണ്ടാ സംഘത്തിനാണ് ഗ്യാങ് എന്ന് വിളിക്കുന്നത്. ശരി, അപ്പം പ്രതിഷേധിച്ചുകൊണ്ടാണ് അങ്ങയുടെ ജനകീയ യാത്ര നടക്കാൻ പോകുന്നത്. ഈ വരുന്ന സെഷനിലും താങ്കൾ ഈ വിഷയം ഉയർത്തിപ്പിടിക്കും. ഇതിന് UDF-ന്റെ പൂർണ്ണ പിന്തുണ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ? അല്ല, നമുക്ക് UDF-ന്റെ പിന്തുണ എന്ന് മാത്രമല്ല, ഇതിൽ പൊതുവായിട്ട് ഈ പ്രദേശത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലക്ക് പൊതുവായിട്ടുള്ള എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരി, സ്വാഭാവികമായിട്ടും UDF പ്രവർത്തകർക്കോ ലീഡർഷിപ്പിനോ ഇതിൽ നിന്ന് മാറ്റി നിർക്കാൻ കഴിയില്ല. മനസ്സിലായി. ഈ വിഷയത്തിൽ UDF-ലെ നേതാക്കളുമായിട്ട് നേരത്തെ താങ്കൾ ചർച്ച നടത്തിയിരുന്നു ശ്രീ PV Anwar? അല്ല, ഇതിൽ ഏറ്റവും വലിയ ഒരു സീരിയസ് ആയിട്ടുള്ള ഗവൺമെന്റ് ഈ പറയുന്ന ഭേദഗതി മൂടി വെച്ചുകൊണ്ട് പബ്ലിക് ഇത് അറിയാതെ മെല്ലെ അസംബ്ലിയിൽ ഇത് പ്രസന്റ് ചെയ്യാൻ ആണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു വലിയ, അത് മാത്രമല്ല വാട്ടർ കോഴ്സുമായി ബന്ധപ്പെട്ട വേറെ വിഷയങ്ങളുണ്ട്, നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ അതിലേക്ക് വരാം. അത് മനസ്സിലായി. നിർദ്ദിഷ്ട വനനിയമ ഭേദഗതിക്കെതിരെ താങ്കൾ നടത്തുന്ന ഈ നീക്കത്തിന് UDF-ന്റെ പിന്തുണയുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. കാര്യം അതിൽ പങ്കെടുക്കാൻ പോകുന്നത് DCC പ്രസിഡന്റ് പ്രവീൺ പങ്കെടുക്കുന്നുണ്ട്, IC ബാലകൃഷ്ണൻ MLA പങ്കെടുക്കുന്നുണ്ട്, ET മുഹമ്മദ് ബഷീർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്തുണ ഈ ജനകീയ യാത്രയിൽ താങ്കൾ നേടിക്കഴിഞ്ഞു. അല്ല, തീർച്ചയായിട്ടും. അതുമാത്രമല്ല, അല്ലാത്ത ഇവിടുത്തെ കർഷക സംഘടനകളുണ്ട്, എല്ലാ തിരുമേനിമാരുമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, എല്ലാ ബിഷപ്പ് ഹൗസിൻ്റെയും പിന്തുണ ഈ വിഷയത്തിലുണ്ട്. അവരെ സംബന്ധിച്ച് മലയോര മേഖലയിൽ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന എന്താ പറയുക ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അത് വ്യക്തമാണ്. ഇനി ഞാൻ അങ്ങയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി ചോദിക്കട്ടെ. അതായത് അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ്. ഇന്ന് ഞങ്ങൾ പുറത്തുവിട്ട വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ്. അങ്ങ് ഈ യാത്രയുമായി ബന്ധപ്പെട്ടും അതല്ലാതെയോ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുമായിട്ട് ഡൽഹിയിൽ വെച്ച് ചർച്ചകൾ നടത്തിയിരുന്നു? മുതിർന്ന നേതാക്കളുമായിട്ട് ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ കേരള ഹൗസിലാണ് താമസിച്ചിരുന്നത്. അവിടെ തന്നെയാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ടാവുക, ഇൻക്ലൂഡിങ് നമ്മുടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പിന്തുണ താങ്കളുടെ ഈ നീക്കത്തിനുണ്ട്? അല്ല, അവരുടെ പിന്തുണ എന്നല്ല അർത്ഥം. ഞാൻ ഉയർത്തിയ വിശേഷം ഒന്ന് എന്തായിരുന്നു, പിണറായിസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇവിടെ സംസ്ഥാനത്തിൽ നടക്കുന്ന ചില അഴിമതികളെക്കുറിച്ചുള്ള വിഷയങ്ങൾ. ഈ വിഷയത്തിൽ അവരുടെ ധാർമ്മിക പിന്തുണ അന്നും കേരളീയ സമൂഹത്തിന്റെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അല്ല, രാഷ്ട്രീയ പിന്തുണയാണോ എന്ന് ഞാൻ രാഷ്ട്രീയ പിന്തുണയല്ല അവരോട് ആവശ്യപ്പെട്ടത്. ഞാൻ അവരോട് ആവശ്യപ്പെട്ട ധാർമ്മിക പിന്തുണയാണ്. ഇങ്ങനൊരു വിഷയമുണ്ട്, ഇത് ഗവൺമെന്റ് മൂടി വെക്കുകയാണ്, ഇത് പുറത്തേക്ക് വരണം, ഇത് ജനങ്ങൾ സംസാരിക്കേണ്ട ഈ ഒളിച്ചുകളി വേണ്ടല്ലോ. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സംശയം വേണ്ട ആവശ്യമില്ല. പാതിചാരിയ വാതിൽ UDF പൂർണ്ണമായിട്ടും തുറന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? അതല്ല താങ്കൾ ആ വാതിൽ തള്ളി തുറക്കുകയാണോ? അല്ല, ആ വാതിൽ ആദ്യമേ ചാരിയിട്ടുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. വാതിൽ ചാരി കിടക്കുകയാണ്, വാതിൽ അടച്ചു എന്നൊക്കെ പല വാർത്തകളും വന്നിരുന്നു. ഞാൻ ആ വാതിൽ പോയിട്ട് മുട്ടിയിട്ടില്ല, വാതിൽ അടച്ചിട്ടില്ല, വാതിൽ തുറന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും UDF-ന്റെ വാതിലുകൾ എങ്ങനെയാണ് നിൽക്കുന്നത് അതേ പൊസിഷനിൽ തന്നെയാണ്. അടഞ്ഞു കിടക്കാത്ത വാതിൽ തുറക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അന്ന് താങ്കൾ പിണറായിക്കെതിരെ വിമർശനം നടത്തുന്ന സമയത്തിലും ആ വാതിൽ പോലെ കിടക്കുന്ന അതേ നിലയിലാണ്. അടഞ്ഞിട്ടില്ല ആ വാതിൽ, അത് തുറന്നു തന്നെ കിടക്കുന്നു. തുറക്കാത്ത വാതിൽ മുട്ടേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോൾ ആ വാതിലിൽ നിന്ന് പുറത്തേക്ക് IC ബാലകൃഷ്ണനും DCC പ്രസിഡന്റും ET മുഹമ്മദ് ബഷീറും ഒക്കെ വന്ന് താങ്കളുടെ ജനകീയ യാത്രയിൽ പങ്കാളികളാവുകയാണ്. അല്ല, അവർ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഈ സമരത്തിന് എനിക്കല്ല പിന്തുണ, ഈ വിഷയത്തിനാണ് പിന്തുണ. ആ നിലക്ക് തന്നെയാണ് അവരോട് ഇതിൽ സഹകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടത്. അവരോട് ആവശ്യപ്പെട്ടതും ഞാൻ ധാർമ്മിക പിന്തുണയാണ്. ആ ധാർമ്മിക പിന്തുണ എന്ന നിലക്ക് തന്നെയാണ് എല്ലാവരും ഈ വിഷയത്തിൽ സഹകരിക്കുന്നത്. ഓക്കെ, അത് വ്യക്തമാണ്. ഇനി ഒരു കാര്യം കൂടി, ഇപ്പോൾ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിന് ശേഷം UDF നേതാക്കളിൽ ചിലർക്കെങ്കിലും PV Anwar-നെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ചെറിയ സംശയങ്ങളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ സംശയം മാറി എന്ന് വേണമോ കരുതാൻ?
അല്ല, അത് ഞാൻ എങ്ങനെ പറയാ, ഡോക്ടർ അരുൺ നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് അത് ഒബ്സർവ് ചെയ്ത് പറയേണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആളല്ല, അത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. അതായത് UDF അങ്ങയുടെ സ്വാഭാവികമായ ചോയ്സായി മാറിക്കഴിഞ്ഞു. അല്ലല്ല, എന്നൊന്നും ഞാൻ പറയാൻ പാടില്ലല്ലോ ഡോക്ടർ അരുൺ. ഞാനതൊന്നും പറയുന്നത് ശരിയല്ലല്ലോ. നമ്മൾ ചില വിഷയാധിഷ്ഠിതമായ അല്ല, എനിക്ക് മനസ്സിലായി. MLA എന്ന നിലയിൽ അത് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ആ വിഷയം ഒരു പക്ഷേ താങ്കളുടെ നിയമസഭാ അംഗത്വത്തിലേക്ക് തന്നെ അതിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷനിലേക്ക് വരെ പോയേക്കാവുന്നൊരു സാഹചര്യമുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി, ഈ താങ്കളുടെ ഈ നീക്കത്തിന് ഭരണപക്ഷത്തുള്ള 3 MLA മാരുടെ പിന്തുണയുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് നിഷേധിക്കുമോ? അത് അങ്ങനെ ഒറ്റയടിക്ക് നിഷേധിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഭരണകക്ഷിയിലെ MLA മാർ മാത്രമല്ല, പലരും ഉണ്ട്. അതെ, അതായത് അസംതൃപ്തരായ ഒരു കൂട്ടം നേതാക്കൾ, അസംതൃപ്തരായ ഒരു കൂട്ടം MLA മാരടക്കം താങ്കളുടെ നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ല, പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, വലിയ പൊട്ടിത്തെറി LDF ഉണ്ടാകാൻ പോവുകയാണ്. നമ്മളാരും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങളാരും കണക്കാക്കാത്ത വിധമുള്ള വലിയ പൊട്ടിത്തെറികൾ അതിൻ്റെ അകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഘടകകക്ഷികളെ സംബന്ധിച്ചും ഘടകകക്ഷികളിലെ ചില നേതാക്കന്മാരെ സംബന്ധിച്ചും അവർ സഹിക്കാവുന്നതിലപ്പുറമുള്ള അപമാനങ്ങൾ സഹിച്ച് ഇനി എന്തിന് ഈ സംവിധാനത്തിൽ തുടരണം, നമ്മൾക്കൊരു സേയുമില്ലാത്ത ഒരു ഗ്രൗണ്ടിലിരുന്ന് നമ്മൾ എന്തിന് ഇനി കാത്തിരിക്കണം എന്നുള്ളൊരു ചർച്ച ഘടകകക്ഷികളിലെ ചില നേതാക്കന്മാർക്ക് അവരുടെ പ്രാദേശികമായിട്ടുള്ള ജില്ലാ തലത്തിലുള്ള അതിന് താഴേക്കുള്ള തലത്തിലുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ LDF സംവിധാനം ഓരോ ഘട്ടം കഴിയുമ്പോൾ, നിങ്ങൾക്കറിയാം, ഇനിയിപ്പോൾ നമ്മൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരൊക്കെ അവരുടെ ഒരു സേഫർ പൊസിഷൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അധികം വൈകാതെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ആ തീരുമാനമുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന 2-3 MLA മാരിൽ നിന്ന് ചിലപ്പോൾ അത് ഒതുങ്ങില്ല. നിലവിലത്തെ അവസ്ഥയിൽ ഈ 3 MLA മാരുമായി താങ്കൾ സംസാരിച്ചു എന്നത് വസ്തുതയല്ലേ? അത് കുറെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞതിൽ അവർക്ക് ബോധ്യം വന്നിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? താങ്കളെ അവർ വിശ്വസിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ. തീർച്ചയായിട്ടും. കാരണം അത് അവരെ എൻ്റെ കൂടെ വന്നൊരു പാർട്ടിയാകുമെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. അതെ, അവർ സ്വാഭാവികമായിട്ടും ചിലരൊക്കെ ഒരു പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു 3ാം ചേരി LDF-ൽ നിന്ന് അടർന്ന് ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. ആ 3ാം ചേരി UDF-ന്റെ ഭാഗമാകാൻ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള ചർച്ച വളരെ സീരിയസ് ആയിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. UDF-ന്റെ ഭാഗമാകാൻ LDF-ലെ ഒരു വിഭാഗം, CPM-ലുള്ള ഒരു യുവ MLA അടക്കം ഘടകകക്ഷികൾ MLA മാരടക്കം LDF-ൽ നിന്നൊരു വിഭാഗം UDF-ന്റെ ഭാഗമാകാനുള്ള വില്ലിങ്നെസ് താങ്കളെ അറിയിച്ചിട്ടുണ്ട്. താങ്കൾ അവരുമായി സംസാരിച്ചു. അതിൽ ചിലർ താങ്കൾക്കൊപ്പം കൂടും, അതല്ലാതെയുള്ളവർ താങ്കൾക്കൊപ്പം UDF-ലേക്ക് വരും. തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം. ഒരു പുതിയ രാഷ്ട്രീയ എന്താ പറയുക, ഒരു തേർഡ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. അതിൽ ഇവിടുത്തെ സാമുദായിക കക്ഷികളുണ്ടാകും. ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ടൊരു തേർഡ് ഫ്രണ്ട് രീതിയിൽ അതിന് രൂപം നൽകിയിട്ട് അവർ UDF-മായി സഹകരിക്കാൻ തന്നെയാണ് അവരുദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഈ ജാഥ കഴിഞ്ഞാൽ ചർച്ചകൾ ആ രീതിയിലേക്ക് നീങ്ങുമെന്നതിന് തീരുമാനത്തിലാണുള്ളത്. അതിലിവിടുത്തെ പ്രബലമായ സാമുദായിക കക്ഷികളുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടയും. കാരണം സാമുദായിക കക്ഷികൾക്കും അവരുടേതായിട്ടുള്ള പല വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മലയോര മേഖലയിലെ വിഷയങ്ങൾ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് അതിലുള്ള ഒരുപാട് സംഘടനകൾ, അതിലുള്ള ചില സാമുദായിക സംഘടനകൾ, ഇവരെല്ലാം കൂടെ ഒന്ന് ഒരുമിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരാലോചനയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയം കാണും. അത് ഈ പറയുന്ന LDF-ന്റെ നട്ടെല്ലൊടിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ, ഇതിൽ ചില ആളുകൾ അസംതൃപ്തരെന്ന് പറഞ്ഞാൽ ചില വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ ചില പരിരക്ഷയോ CPM-ൽ നിന്നോ LDF-ൽ നിന്നോ കിട്ടാത്ത MLA മാരാണ് താങ്കൾക്കൊപ്പം UDF ക്യാമ്പിലേക്ക് വരാൻ പോകുന്നത്. അതിൽ ഒരു MLA-യുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ നിരന്തരമായ പാർട്ടിയിൽ അവഗണന നേരിടുകയും പാർട്ടിയിലെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായും ഒക്കെ നിസ്സഹായാവുകയും ചെയ്തൊരു MLA ആണ്. രാഷ്ട്രീയ നിസ്സഹായ അവസ്ഥയിലെത്തിയിരിക്കുന്നൊരു MLA ആണ് ആ തീരുമാനമെടുത്തിരിക്കുന്നത്. ശരിയല്ലേ ശ്രീ PV അൻവർ?
അല്ല, അങ്ങനെയുള്ള നിലവിലുള്ള MLA-മാർ നിലവിലുണ്ട്. അരുൺ അങ്ങോട്ടാ പോകുന്നതില്ല, ഇപ്പം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഞാനായിട്ടത് പറയുന്നില്ല. അതൊക്കെ അതവിടെ നിൽക്കട്ടെ. ഡോക്ടർ അരുൺ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ നിലവിലുള്ള MLA-മാർ മാത്രമല്ലല്ലോ, ഇവിടുത്തെ മുൻ MLA-മാരുണ്ട്, മുൻ MP-മാരുണ്ട്. ഇവിടെ പല രീതിയിൽ അവഗണിക്കപ്പെട്ട് ഇവിടെ എന്താ പറയുക, ജനങ്ങളുടെ ഇടയിൽ ബന്ധമുള്ളവർ, ജനങ്ങളുമായിട്ട് ഇപ്പോഴും എന്താ പറയുക, പാർട്ടിയിൽ ഒരു പൊസിഷൻ ഇല്ലെങ്കിലും പ്രാദേശിക തലത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നല്ല സഖാക്കളായിട്ടുള്ള മുൻ ലീഡേഴ്സ്, മുൻ എന്താ പറയുക LDF-ലെ ഘടകകക്ഷികൾ, ആ തരത്തിലുള്ള വലിയ ഒരു ടീം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരത്ത് വരെ BJP-യിലെ ഏറ്റവും ഉന്നതനായ ഒരു നേതാവ്, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന സംസ്ഥാനത്തെ 14 ജില്ലകളിലും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ, ഇവരൊക്കെ എന്താ പറയുക ഒരു 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 ഐക്യത്തിന് വേണ്ടി, ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടുള്ള ആലോചന കഴിഞ്ഞ എന്താ പറയുക 2-3 മാസമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതൊരു നല്ല ഷേപ്പിൽ ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു കാര്യം കൂടി ശ്രീ PV അൻവർ, താങ്കളുടെ ഈ രാഷ്ട്രീയ നീക്കം ഈ ജനകീയ യാത്രയിലൂടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എത്തുകയാണ്, അഥവാ ജനകീയ യാത്ര അവസാനിക്കുന്നതോടുകൂടി ആ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ രൂപം അല്ലെങ്കിൽ അതിൻ്റെ ചർച്ചകൾ ആരംഭിക്കും. അല്ല, ചർച്ചകൾ ആരംഭിക്കും. എൻ്റെ രാഷ്ട്രീയ ജാഥ ഇവിടെ അവസാനിക്കുകയല്ല, ഇനിയും ഒട്ടനവധി വിഷയങ്ങൾ. ഈ ജനകീയ യാത്ര ഇപ്പോൾ ഈ നിർദ്ദിഷ്ട വനനിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള അങ്ങയുടെ ജനകീയ യാത്ര ആ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമാണ്. തീർച്ചയായിട്ടും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം. ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം നമ്മൾ ഏറ്റെടുക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ട് നമ്മൾ നടത്തിയ ചർച്ചയിൽ പലർക്കും ഈ ജാഥയിൽ വന്ന് മുന്നിൽ നിന്ന് നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്കൊക്കെ നിങ്ങൾക്കറിയാലോ, സ്വാഭാവികമായിട്ടും ഈ ജാഥ കോഴിക്കോട് വരുന്നത് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറാണ്, IC ബാലകൃഷ്ണനാണ്. അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ധാർമ്മികത പിന്തുണയുടെ അടിസ്ഥാനത്തിലുള്ള വരവാണ്, രാഷ്ട്രീയ പിന്തുണയുടെ അടിസ്ഥാനത്തിലല്ല. അതും ഇനിയിപ്പോൾ ഒരുപാട് മണിക്കൂറുകൾ ബാക്കിയുണ്ട്. അതിലൊക്കെ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ശരി, പക്ഷെ നമ്മൾ ഉയർത്തിയ വിഷയത്തിനുള്ള ധാർമ്മിക പിന്തുണയാണ്. ഓക്കെ, തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമാവട്ടെ. ശ്രീ PV അൻവർ, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക എന്നതാണല്ലോ രാഷ്ട്രീയത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത്. അങ്ങ് KPCC പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ട്, K. സുധാകരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചിട്ടുണ്ട്, KC വേണുഗോപാലുമായും ഈ വിഷയത്തിൽ ചില കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നേതാക്കളുടെയൊക്കെ പിന്തുണ ശ്രീ PV അൻവറിനുണ്ടോ? അല്ല, അവരുടെയൊക്കെ ധാർമ്മിക പിന്തുണയുണ്ട്. അവരാരും എന്താ പറയുക, നമ്മളോട് ഇപ്പം നമ്മളെടുത്ത വിഷയത്തിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പിന്തുണ ഇല്ലാതിരിക്കുകയും ചെയ്തിട്ടില്ല. അവരുടെയൊക്കെ ധാർമ്മികമായ പിന്തുണയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നെയാണ് അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ശ്രീ PV അൻവർ MLA. അങ്ങയുടെ രാഷ്ട്രീയ നീക്കത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ ജനകീയ യാത്ര തുടങ്ങുന്നു. നമ്മൾ പറഞ്ഞ പോലെ ചലിച്ചിരിക്കുന്നവരാണല്ലോ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ശ്രീ PV അൻവർ MLA. ഓൾ ദി ബെസ്റ്റ്.